അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും പെപ്പിയും വാവയും കൂടെ പുറത്തു പോവാണ്. ഞങ്ങളുടെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒത്തിരി നാൾ മുമ്പെടുത്താണ്. കുറച്ച് ലേറ്റായി, കുറച്ചല്ല ഇച്ചിരി അധികം ലേറ്റായി. എന്തായാലും ഞങ്ങൾ ഇന്ന് പുറത്തു പോവാണ്. ഇന്ന് പെപ്പിയുടെ മുടിയൊക്കെ വെട്ടണം, ത്രെഡിങ് ഒക്കെ ചെയ്യണം. പെപ്പിയുടെ കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങളും എൻജോയ് ചെയ്തു. സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കാത്തുൻ്റെ വകയെ ഹൈ ഗേസ് കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള സലൂണിലേക്കാണ് പോകുന്നത്. ജാജീസ് ഞങ്ങൾ എപ്പോഴും ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാത്തൂനൊരു മയക്കമൊക്കെ ആയി. അവൾക്ക് ഉറക്കം വന്നിരിക്കുക. എപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം അവൾക്ക് ഉറക്കം വരാറുണ്ട്. ഇനിയിപ്പം പെപ്പിയുടെ ഹെയർ കട്ട് ചെയ്യണം, ത്രെഡ് ചെയ്യണം. ഇതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നെഞ്ചേട്ടായും അമ്മേനെയും പൊന്നാനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ആനത്താവളത്തിൽ പോവും. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവളുടെ ഹെയർ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എങ്ങനെയുണ്ട് നിങ്ങളും കൂടെ അഭിപ്രായം പറയാം. പിന്നെ ത്രെഡിങ്ങിന് വേണ്ടി പോയി. നമ്മൾ ആക്ച്വലി രാവിലെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒരു ഉച്ചയൊക്കെ ആയി ഇറങ്ങി വന്നപ്പോഴൊക്കെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നീഞ്ചേട്ടായെ കണ്ടായിരുന്നു. പിന്നെ നീഞ്ചേട്ടായോട് സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ ആനത്താവളത്തോട്ട് പോയി. ഇവിടെ കൂടുതലും മൃഗങ്ങളും ആനയും പക്ഷികളും സ്നേക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ കാത്തുവിന് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാത്തു പഠിക്കുന്ന കാര്യങ്ങൾ, ആനിമൽസ് ഒക്കെ കാണാൻ പറ്റി അവൾക്ക്. അപ്പോൾ അവൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഈ ഒരു ഇവിടെ പോയത്. ഞങ്ങൾ ഇച്ചിരി മാറിയാണ് ആനയുടെ അടുത്ത് നിന്നത്. ഒരു പേടിയുണ്ട്, എന്നാലും ദൂരെ നിന്ന് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിന്നു. കാത്തു നീഞ്ചേട്ടായി അടുത്തൊക്കെ പോയി ഇങ്ങനെ പതുക്കെ അടുത്തൊക്കെ നിന്നു. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ ദൂരെ നിന്ന് ഇങ്ങനെ കാണുമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടുത്തെ ആംബിയൻസ് ഭയങ്കര രസമാണ്. കാത്തുവിനെ പോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്ന ഒരാളാണ് പൊന്ന ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ നേരെ അവൻ ഇപ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ എല്ലാം കാണുകയാണ്. പിന്നെ അക്വേറിയത്തിലേക്ക് പോയി ഞങ്ങൾ. പിന്നെ കുറേ മീനും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്താ അത്? മീമി ഫിഷ് കൊള്ളാമോ? അത് ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കാത്തുവിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ ബേർഡ്സ് കാണാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കും, താണ്ടെ ആനയുടെ പുറത്ത് രണ്ടുപേരും ഇരുന്ന് വരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം കണ്ടു. പിന്നെ ഇതൊരു പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ, വലിയവർക്കും ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ആ ഊഞ്ഞാൽ പോലത്തെ. അപ്പോൾ പൊന്നായ കയറ്റി ഇരുത്തി, അവനും ഹാപ്പിയായി. പിന്നെ ഈ ബാക്കിൽ കാണുമ്പം അവിടെ എല്ലാ ആനകളുണ്ട് കേട്ടോ, ഒത്തിരി ആനകളുണ്ട്. പിന്നെ അവിടെയൊക്കെ ഭയങ്കര പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇച്ചിരി ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടെ കയറ്റി പൊന്നായനെയൊക്കെ കയറ്റി കാത്തുവിനെയും കയറ്റി കളിപ്പിച്ചിട്ട് ഞങ്ങൾ ബേർഡ്സിനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. ഈ ബേർഡ്സിനെ കാണാൻ പോകുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഭയങ്കര രസമാണ്. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വേ ആണ് ഈ പോകുന്നത്. ഭയങ്കര രസമായിരുന്നു. നല്ല മരങ്ങളൊക്കെ രണ്ട് സൈഡിൽ നിന്നിട്ട് നടപ്പാത നടുക്കായിട്ട്, അത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ കാത്തു പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് കാത്തുവിന് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും അവളെ സംബന്ധിച്ച്. പിന്നെ ഞാനും കുറേ കാണാത്ത കാര്യങ്ങളൊക്കെ കുറേ കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കിളികളൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു.
വരുന്ന ആ ഒരു പ്ലേയിങ് ഏരിയ, സിറ്റിംഗ് ഏരിയ ഒക്കെ ഉള്ളത് ഭയങ്കര വലുപ്പമാണ്. അവിടെ ഇരിക്കാനാണെങ്കിലും പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാനും അമ്മയും വെപ്പിയും പാവയും കൂടെ അവിടെ ഇരിക്കുകയാണ്. നെഞ്ചേട്ടയും കാത്തും കൂടെ കളിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഊഞ്ഞാലേ കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല രസമാണ്, ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ആടും. അയ്യോ രസമായിരുന്നു. കാത്തിനോട് ഞാൻ ചിരിക്കാൻ പറഞ്ഞാൽ അവൾ ആ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.